ഹായ് മക്കൾസ്, വളരെ കുറഞ്ഞ മിനിറ്റ് കൊണ്ട് ഒരു 30 മാർക്ക്, കാരണം എങ്ങനെയെങ്കിലും ജയിച്ച് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഒരു 30 മാർക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റിയ ഒരു ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ 30 മാർക്ക് നല്ല കുറഞ്ഞ മാർക്ക് എങ്ങനെ കിട്ടിയാൽ മതി എന്ന് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്. നിങ്ങളടക്കം അയച്ചിട്ടുണ്ടാവും അല്ലേ? എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് എന്തായാലും അയച്ചിട്ടുണ്ടാവും. ഓക്കെ, പോട്ടെ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അതായത് നമ്മുടെ പൊളിറ്റിക്സിൻ്റെ, ഹ്യൂമാനിറ്റീസിൻ്റെ മക്കളെയും കൊമേഴ്സിൻ്റെ മക്കളെയും തിരിഞ്ഞു നോക്കാൻ ഒരാളും ഇല്ല എന്നൊക്കെ അറിയാം, നമുക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളെ, 7ാമത്തെ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് 30 മാർക്കിന് ക്വസ്റ്റ്യൻസ് സെറ്റാക്കിയിട്ട് 7ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത് ചിപ്കോ മൂവ്മെൻറ്റ്, ചിപ്കോ പ്രസ്ഥാനങ്ങളെ പറ്റി നോക്കണം. സുന്ദർലാൽ ബഹുഗുണയാണ് മരങ്ങളെ കെട്ടിപ്പണർന്നു, മരങ്ങൾ വെട്ടാൻ അനുമതി പുറത്തത്തെ കമ്പനിക്ക് കൊടുത്തു, അങ്ങനെ പിന്നീട് പ്രശ്നങ്ങൾക്കൊടുവിൽ 15 വർഷത്തേക്ക് ഹിമാലയൻ ഭാഗത്തുള്ള മരങ്ങൾ മുറിക്കരുതെന്നൊക്കെ പറഞ്ഞ് ആ ചിപ്കോ പ്രസ്ഥാനം പഠിച്ചു വെക്കാം. പിന്നെ അതിൽ തന്നെ നോക്കേണ്ട മറ്റൊരു സംഭവമാണ് മക്കളെ, വുമൺ മൂവ്മെൻ്റ് ആണ്. ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ്. ഏതായിരുന്നു? ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ്, ചാരായ വിരുദ്ധ പ്രസ്ഥാനം. സ്ത്രീകളുടെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞിട്ടില്ല. ഇത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുത്തെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഒന്നാമത്തെ മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എല്ലാവരും ആൽക്കോളിസത്തിന് അടിമപ്പെട്ട് സ്വാഭാവികമായിട്ട് വർക്കിന് പോകുന്നില്ല. പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? അവിടെ നല്ല രീതിയിലുള്ള കടം വരാൻ തുടങ്ങി. പിന്നെ ഇൻകം ഇല്ലാതായി. പിന്നെ അതുപോലെ തന്നെ ഗ്രാമത്തിലുള്ള അറ്റ്മോസ്ഫിയർ, പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ തന്നെ തകർന്നു പോയി. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളതിൽ പറയുന്നുണ്ട്. പിന്നെ സെക്ഷൽ വയലൻസ് നടക്കാൻ തുടങ്ങി. അപ്പോൾ അതിനെതിരൊക്കെ ആയിട്ട് വന്നാണ് ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ്. അതുകൊണ്ടാണ് സ്ത്രീകളുടേതാന്ന് പറയും. പിന്നെ നർമ്മദ റിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നർമ്മദ ബച്ചാവ് ആന്തോളൻ, മേധാ പട്കറാണ് അതിൻ്റെ ലീഡർ എന്ന് പറയുന്നത്. മേധാ പട്കർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ട് അവിടെ ഡാം വരാൻ തുടങ്ങി. ഡാം വന്ന വലുതും ചെറുതും വളരെ ചെറുതും ഇതൊക്കെ ആയിട്ടുള്ള ഡാമുകൾ വരാൻ തുടങ്ങി. ആ ഡാമുകൾ വന്നു കഴിഞ്ഞാൽ, മനസ്സിലാക്കണം മക്കളെ, ആ ഡാമുകൾ വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം വരിക? ആ ഡാമുകൾ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരുപാട് ആൾക്കാർ കുടിയൊഴിപ്പിക്കും. പിന്നെ അവരുടെ ജോലി നഷ്ടപ്പെടും, അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ജോലി നഷ്ടപ്പെടും. അങ്ങനെ ഇതിനെതിരായിട്ട് നടന്നൊരു സംഭവമാണ് നർമ്മദ ബച്ചാവ് ആന്തോളൻ. ഇനി 7ാമത്തെ, അപ്പോൾ അത് നോക്കാം. ഇനി 8ാമത്തെ ചാപ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ 5 മാർക്കിന് ചോദിക്കുന്ന പാകിസ്ഥാൻ്റെ വിഷയമല്ല, കാശ്മീരിൻ്റെ വിഷയം. ഈ കാശ്മീർ വിഷയം എന്ത് മാത്രമല്ല, കേവലം ഒരു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വിഷയമല്ല. പിന്നെ അത് ഉള്ളിലുള്ള പ്രശ്നങ്ങളുടെ പുറമേയുള്ള പ്രശ്നങ്ങളുടെ ആർട്ടിക്കിൾ 370 അല്ലേ. ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് മക്കളെ പഠിച്ചു വെച്ചോണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നോക്കാനുള്ളതാണ് പഞ്ചാബ് കരാർ. 3 വർഷങ്ങൾ തുടർച്ചയായിട്ട് 2022, 23, 24 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അത് ഒരു ദിവസം അല്ല, ഒരു കൊല്ലം 4 മാർക്കിനാണ്, മറ്റേത് 5 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. പഞ്ചാബ് കരാർ എന്ന് പറഞ്ഞാൽ ആര് തമ്മിലാണ്? അർച്ചൻ സിംഗ് ലോങ്കോവാളും രാജീവ് ഗാന്ധി തമ്മിൽ. എന്താണെന്ന് വെച്ചാൽ, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലൂടെ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഇന്ദിരാഗാന്ധി അനുകൂലിക്കുന്ന ആളുകളും പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ഖലിസ്ഥാൻ വിഭാഗങ്ങളിലെ അവരും കൂടി ഭയങ്കര ഫൈറ്റായി. അങ്ങനെ അതിനെതിരായിട്ട് അവിടെ എന്ത് ചെയ്തു? ഒരു പീസ്ഫുൾ സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിലുള്ള ഒരു കരാറാണ് ഇത്. അതിൽ 5 കാര്യങ്ങളാണ് പറയുന്നത്. ചണ്ഡീഗഡ് എന്ത് ചെയ്യണം? പഞ്ചാബിലേക്ക് പൂർണ്ണമായിട്ട് മാറ്റണം. പിന്നെ അവരുടെ ഹരിയാനയും പഞ്ചാബും തമ്മിലുള്ള അതിർത്തി തർക്കം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയമിക്കണം. പിന്നെ രവി ബിയാസ് എന്നുള്ള നദിയുണ്ട്, അതവർ പങ്കിട്ടെടുക്കുന്നതാണ്, അതിൻ്റെ ഒരു ട്രൈബ്യൂണലിനെ നിയമിക്കണം. പിന്നെ ഇവർക്ക് കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം കൊടുക്കണം. പിന്നെ അവിടുത്തെ ആംഡ് ഫോഴ്സിനെ പിൻവലിക്കാനും വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഇതാണ് ആ കാര്യങ്ങൾ. ഇനി 1 പോയിൻറ്റ്, പിന്നെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറും അതിൽ പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 1.9 9ാമത്തെ ചാപ്റ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ മക്കളെ, മണ്ഡൽ കമ്മീഷൻ നോക്കി വെക്കണം. മണ്ഡൽ കമ്മീഷൻ എന്തായാലും നോക്കി വെക്കണം കേട്ടോ, മണ്ഡൽ കമ്മീഷൻ. പിന്നെ അതിൽ മണ്ഡൽ കമ്മീഷൻ നോക്കി വെക്കുന്ന പോലെ തന്നെ നമ്മുടെ 1989 ശേഷം ഇന്ത്യയിൽ നടന്ന സമീപകാല സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കും. നമ്മൾ ന്യൂ എക്കണോമിക് പോളിസി, രാജീവ് ഗാന്ധിൻ്റെ വധം, മണ്ഡൽ കമ്മീഷൻ, ബാബരി മസ്ജിദിൻ്റെ വിഷയം, ന്യൂ എക്കണോമിക് പോളിസി, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? മക്കൾ നോക്കി വെക്കണം. ഇനി നേരെ 2.7 സെക്യൂരിറ്റി ഇൻ ദി കണ്ടംപററി വേൾഡിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇന്ത്യ എടുത്ത സെക്യൂരിറ്റി സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ്? അതായത് വാട്ട് ആർ ദ 3 കമ്പോണൻസ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റി സ്ട്രാറ്റജി. ഇന്ത്യയുടെ സുരക്ഷാ തന്ത്രങ്ങളുടെ 3 പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? സ്ട്രെങ്തനിങ് ഇന്ത്യൻ മിലിറ്ററി, പിന്നെ എക്കണോമി സ്ട്രെങ്തൻ ചെയ്തു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളില്ലേ, അത് നോക്കി വെക്കണം. പിന്നെ എക്സ്പ്ലെയിൻ ഈ 2 സെക്യൂരിറ്റി ത്രെറ്റ്സ്, അതായത് ഇന്ന് കണ്ടംപററി വേൾഡ് നേരിടുന്ന, ഫേസ് ചെയ്യുന്ന 2 സെക്യൂരിറ്റി ത്രെറ്റ്സ്, സുരക്ഷാ ഭീഷണികൾ ഏതൊക്കെയാണ്? നമ്മൾ പറയുന്ന ടെററിസം, അതൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? അതിൽ ഉൾപ്പെടുത്താൻ പറ്റും കേട്ടോ. പിന്നെ ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ്. ഇനി 2.8 പോയി കഴിഞ്ഞാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, എൻവയോൺമെൻറ്റൽ ഇഷ്യൂവിൽ ഇന്ത്യ എടുത്ത നിലപാടുകൾ എന്തൊക്കെയാണ് നോക്കണം. ഒന്ന് ക്യോട്ടോ പ്രോട്ടോക്കോളിൽ ഒപ്പുവെച്ച് എന്നൊക്കെ പറഞ്ഞില്ല, ആ കാര്യങ്ങൾ നോക്കണം. പിന്നെ അതിൽ നോക്കേണ്ടതാണ് വാട്ട് മീൻ ബൈ കോമൺ ബട്ട് ഡിഫറൻഷ്യേറ്റഡ് റെസ്പോൺസിബിലിറ്റി. പൊതുവായതും എന്നാൽ നമ്മൾ പറയുന്ന വ്യത്യസ്തവുമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്താണെന്നാണ് നോക്കേണ്ടത്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് മക്കൾ എന്ത് ചെയ്യേണ്ടത്? നോക്കി വെക്കേണ്ടത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് പഠിക്കുമ്പോൾ തന്നെ ഏകദേശം നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 25-30 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, സെറ്റാക്കുക, ഒരു ടെൻഷനും വേണ്ട. മോഡൽ എക്സാം പോലെ തന്നെ നമ്മൾ അടിപൊളിയാക്കും. പബ്ലിക് എക്സാം നമ്മൾ കൂടെ തന്നെ ഉണ്ട്. ഇപ്പം തന്നെ കൂടി പഠിച്ചോളൂ നിങ്ങൾ. അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ സെറ്റ്? ഹാപ്പി. താങ്ക്